ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ പരിപാടിക്ക് പോയി അവിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിൽ 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വൈ? ആ പങ്കെടുക്കാൻ പോയ 2 വയസ്സുള്ള കുട്ടി അയാളുടെ ഇഷ്ടപ്രകാരം പോയതായിരിക്കുമോ? അല്ലല്ലോ, അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയതായിരിക്കില്ലേ. അപ്പോൾ അവർ പങ്കെടുക്കാൻ പോയതൊരു രാഷ്ട്രീയ പരിപാടിക്കാണ്. അവരവരുടെ പ്രിയപ്പെട്ട താരത്തിനെ കാണാൻ വേണ്ടി, അവരുടെ രക്ഷകനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുമോ പോയിട്ടുണ്ടാവുക. ആ രക്ഷകൻ അവർക്ക് കൊടുത്ത സമ്മാനമാണോ 2 വയസ്സുള്ള അവരുടെ കുഞ്ഞിൻ്റെ മൃതശരീരം? പറഞ്ഞു വരുന്നത്, വിജയ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ പരിപാടിക്ക് വേണ്ടി കരൂരിലെത്തുകയും അവിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചുമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം വളരെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേരുന്നതായിരുന്നു. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയൊക്കെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരിക്കാം. ആൻഡ് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയ ഒരു രാഷ്ട്രീയ കക്ഷി കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് അവർ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഒരു നല്ല ലക്ഷണമാണ്. തീർച്ചയായും ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് നമ്മളിതിനെ സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ നോക്കിക്കാണുന്നതും. പക്ഷേ വിജയ് CM ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് എന്താണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൺവിൻസിംഗ് ആയ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അതെൻ്റെ മാത്രം പേഴ്സണൽ കാര്യമായിരിക്കാം. നിങ്ങൾ ഈ ഒരു ദുരന്തത്തിലേക്ക് നോക്കൂ. കരൂരിൽ വിജയ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിക്ക് വേണ്ടി എത്തുന്നു. രാവിലെ തന്നെ അവിടെ തടിച്ചുകൂടിയ ആളുകളുണ്ട്. രാവിലെ തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവും എന്നുള്ളത് എന്തിനാ രാവിലെ തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവും വിജയ് വരുന്ന പരിപാടിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. 10,000 പേർ മാത്രം പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാണ് അവർ പെർമിഷൻ വാങ്ങിച്ചിട്ടുള്ളത്. ആ സ്ഥലത്തും ഏകദേശം 10,000 പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അതൊരു 4 വരി പാതയാണ്. പക്ഷേ പോലീസിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ കേൾക്കുന്ന കണക്ക് 27,000 ആണ്. വിജയ്ക്ക് തന്നെ അറിയാം താൻ പങ്കെടുക്കാൻ പോകുന്ന ഒരു ചടങ്ങിൽ എന്തുമാത്രം ക്രൗഡ് ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒരു താരം എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകനാവുന്നതിന് മുമ്പ് ഒരു താരം എന്ന നിലയിൽ അദ്ദേഹം അത് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫാൻസ് പവറിനെ കുറിച്ച് അദ്ദേഹത്തിന് തീർച്ചയായും ഒരു ധാരണയുണ്ടാവും. പിന്നെ ഇങ്ങനൊരു ആൾക്കൂട്ടം ഉണ്ടാവുമ്പോൾ ജനസാഗരത്തെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു നേതാവായി വളർന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ്, അതുവഴി ഉണ്ടാകുന്ന പത്രക്കട്ടിങ്, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും പരിപാടികളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലുണ്ടാവും. അപ്പോൾ പോലും ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം ആദ്യം ചിന്തിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയും ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ആളുകളും തീർച്ചയായും ഇത്രയും വലിയൊരു ജനക്കൂട്ടം വരികയോ അതിനെ തുടർന്ന് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണമായിരുന്നു. പക്ഷേ ഇവിടെ വിജയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞാൽ മതിയോ? തൊട്ടപ്പുറത്ത് ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കുകയും ഭരിക്കുന്ന പാർട്ടി അവിടെ പരിപാടി മുൻപ് നടത്തിയിട്ടും അവിടെയാണ് വിജയുടെ പാർട്ടി പെർമിഷൻ ചോദിച്ചിട്ടുള്ളത് പരിപാടി നടത്താൻ. പക്ഷേ അവിടെ പെർമിഷൻ കൊടുത്തില്ല. വിജയെ പോലൊരു താരം വരുന്ന സമയത്ത് ഇത്രയും വലിയ ജനക്കൂട്ടത്തിനെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി മുന്നിൽ കാണണ്ടേ? അവിടെ പോലീസുകാരെ വിനിയോഗിച്ചിരിക്കുന്നത് 500 പോലീസുകാരെ എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഇങ്ങനൊരു താരം വരുന്ന സമയത്ത് അവിടെ ഈ ആവേശം എന്ന് പറയുന്നത് അണപൊട്ടി ഒഴുകുന്നത് പോലൊരു കാര്യമാണ്. അവിടെ അതിനെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം ഉണ്ടാവുണ്ടായിരുന്നു. കുറച്ചുകൂടി വലിയൊരു ഗ്രൗണ്ട് കൊടുക്കണ്ടായിരുന്നു. അതിന് അവിടെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയ് സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി എന്നുള്ളതാണ്. അത് ഒരു ജനക്കൂട്ടത്തെ എത്രമാത്രം പാനിക്കാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും ഭരിക്കുന്ന പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എനിവേ, പലതരത്തിലുള്ള പരാജയങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഒത്തിരി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾക്കൊക്കെ ഒടുവിൽ അവിടെ ഒരു അപകടം സംഭവിച്ചു. അപകടം എന്നല്ല, ഒരു ദുരന്തം സംഭവിച്ചു. ഒട്ടനവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഒത്തിരി ആളുകൾ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് എത്തുന്നു. പക്ഷേ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് ആലോചിച്ച് നോക്കൂ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, അദ്ദേഹത്തിൻ്റെ വിജയം, CM ആവാനുള്ള ആഗ്രഹം, അതൊക്കെ ലേറ്റ് ആകുമോ എന്നുള്ളതാണ് ഒരു ചർച്ച. DMK നേതാക്കളൊക്കെ വന്നിരുന്ന് അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നു, ചിലരൊക്കെ പൊട്ടിക്കരയുന്നു. ഇതൊക്കെ അവരുടെ അഭിനയമാണോ എന്ന രീതിയിൽ ഒരു ചർച്ച. രാഷ്ട്രീയപരമായി ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വേറൊരു സൈഡിൽ നടക്കുന്നു. കുറേ ആൾക്കാരുടെ ചോദ്യം, വിജയ് ആ സമയത്ത് എന്ത് ചെയ്തു? വിജയ് അപ്പം മുങ്ങിയില്ലേ എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ച് ആ സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തിനോട് ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ കുറേയും കൂടി അതിനെ നല്ല രീതിക്ക് ഡീൽ ചെയ്യാവുന്ന ഒരു രീതിയിൽ അവിടെ പ്രസംഗിക്കാമായിരുന്നു. അയാൾക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം അതുതന്നെയായിരുന്നു. ആംബുലൻസ് ഉണ്ടാകുമ്പോൾ, ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കണം, കാര്യങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ക്രൗഡിനെ മൈക്കും കൂടി കയ്യിലിരിക്കുന്ന സമയത്ത് വിജയ്ക്ക് ഒരു വട്ടമെങ്കിലും പറയാമായിരുന്നു. വിജയ് ഏറ്റവും മനസാന്നിധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു സ്പേസ് അതായിരുന്നു. പക്ഷേ അതിനപ്പുറം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഭരണകക്ഷി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടുകയും അവരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെ വളരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ വിജയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല, അയാൾ അവിടെ തുടരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചിലപ്പോൾ ജനങ്ങൾ വളരെ കോപത്തോടുകൂടി പ്രതികരിച്ചു എന്ന് വരും. ചിലപ്പോൾ വിജയ് ഉണ്ട് എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള മറ്റു പല കാര്യങ്ങളെയും ബാധിച്ചേക്കാം. സോ വിജയ് ഇപ്പോൾ മാറി നിൽക്കുന്നു എന്ന് പറയുന്നതിന് വിജയ് മുങ്ങി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ചേർത്ത് വെക്കാൻ ഞാൻ
ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അയാൾക്ക് ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ അയാളത് പ്രയോഗിച്ച് നമ്മൾ കാണുന്നില്ല. കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ അതിനെ നോക്കി കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കുസാറ്റിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിയന്ത്രിക്കാനാവാത്ത ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ട തിരക്കിനിടയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് 4 പേർക്കും പരിക്ക് പറ്റി അപകടാവസ്ഥയിലായത് ഏകദേശം 60-ന് മുകളിലുള്ള ആളുകളുമാണെന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് പറയുന്നത്. എങ്കിൽ കേരളത്തിൽ നമുക്കിവിടെ മുട്ടിന് അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അവിടെയൊക്കെ പലതരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പരിപാടികളുണ്ട്, വലിയ വലിയ സമ്മേളനങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടെ പരിപാടിക്ക് പരമാവധി ആളുകളെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ ഒരു ശക്തി പ്രകടനമാണ്. ഇപ്പോൾ ജാതി സംഘടനകൾ നടത്തുന്ന പരിപാടിയിലും എത്ര ആളുകൾ അവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു പവർ കാണിക്കലാണ്. അങ്ങനെയുള്ള വലിയ വലിയ പരിപാടികൾ ഒരുപാട് നടക്കുന്നു. വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ഈവൻറ്റ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടിക്കൂടി വരുന്നു. ഇതൊക്കെ കൂടിക്കൂടി വരുമ്പോൾ അവിടെ വർദ്ധിച്ചു വരുന്ന ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ഒരു ക്രൗഡ് ക്രഷിൻ്റെയാണ്, സ്റ്റംപീഡിൻ്റെയാണ്, ആൾക്കൂട്ട തിരക്കിലുണ്ടാവുന്ന അപകടങ്ങളാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുസാറ്റിലുണ്ടായ സംഭവം അതിനുശേഷവും നടന്നിട്ടുള്ള ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുമ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് മാത്രം വെച്ച് ഞാൻ പറയുന്നത് അവസാനത്തെ 365 ദിവസങ്ങളിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200-ലധികം ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 200-ലധികം ആളുകൾ മരിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. ആൾക്കൂട്ട തിരക്കുകളിൽ ആ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണമാണ് 200-ലധികം. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് മുൻകരുതലുണ്ടായിരുന്നത്? കേരളത്തിൽ ഇതുപോലെ ആളുകൾ കൂടുന്നൊരു പരിപാടിയിൽ എന്ത് മുൻകരുതലാണ് എടുത്തിട്ടുള്ളത്? ഇനി മുൻകരുതലുകൾ എടുത്തില്ലെങ്കിലും ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവനവനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിൻ്റെ എത്ര തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമപരമായ സാധ്യതകളെക്കുറിച്ചാണ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് നിലവിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളതും. നേരത്തെ നമ്മൾ ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഇൻസിഡൻറ്റിന് ശേഷം എത്ര പേരാണ് ആൾക്കൂട്ട തിരക്കുകളിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത്തരം തിരക്കുകൾ അപകടങ്ങളായി മാറുന്ന സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്? ആരും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ആ കാര്യത്തെക്കുറിച്ച്. മൈക്കിൾ ജാക്സൻ്റെ ഒരു പാട്ടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെയാണ്, ഓൾ ഐ വാണ്ട് സേ ഈസ് ദാറ്റ് ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us. നമ്മളെക്കുറിച്ച് ഇവിടെ ആർക്കും വലിയ ചിന്തകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറിയൊരു റിസർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയാമെന്നുള്ളതാണ്. ഇത്തരം ആൾക്കൂട്ട അപകടങ്ങളിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കോ രക്ഷ നേടാനുള്ള എന്തെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സയൻറ്റിഫിക്കലി 100% ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് ഈ ഡാറ്റ എവിടെ നിന്നൊക്കെയാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിത് തീർച്ചയായും വായിച്ചു നോക്കണം, നിങ്ങളുടേതായ റിസർച്ച് ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഒരാൾക്കൂട്ട തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ എല്ലാ പരിപാടിയിലും നടക്കുന്നൊക്കെയില്ല. നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ പരിപാടികൾക്കിടയിൽ ചില തിരക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ തിരക്കിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 പേർക്ക് പങ്കെടുക്കാനാവുന്ന ഒരു സ്ഥലത്ത് 27,000-ലധികം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഒരൊറ്റ സ്ക്വയർ മീറ്റർ എടുക്കും, അതായത് നീളവും വീതിയും 1 മീറ്റർ വരുന്നത് പോലത്തെ ഒരു സ്ക്വയർ നിങ്ങൾ മനസ്സിൽ കാണും. അതിനകത്ത് 4 പേരോ പരമാവധി 5 പേരോ ഒക്കെ ആണെങ്കിൽ 5 പേരിലേക്കൊക്കെ എത്തുമ്പോൾ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്ത, അതായത് ആ സ്പേസ് ക്ലോസ്ഡായിട്ട് ആലോചിക്കണം, സ്വതന്ത്രമായി മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അവരൊരു വെള്ളം പോലെയാവും. ഒരാളൊന്ന് മൂവ് ചെയ്താൽ അതിനനുസരിച്ച് മുഴുവൻ ക്രൗഡ് മൂവ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ആ സ്ക്വയറിനകത്തേക്ക് ഒരാളും കൂടി ആഡ് ചെയ്യപ്പെട്ടാൽ, അതായത് ഒരു സ്ക്വയർ മീറ്ററിലേക്ക് 6ാമത്തെ ആൾ കൂടി വരുമ്പോൾ ആ ക്രൗഡ് വളരെ കൺജസ്റ്റഡ് ആവുകയും ഒരു പക്ഷേ കൂട്ടത്തിൽ ഒരാളുടെ ചെസ്റ്റ് ഭയങ്കര കൺജസ്റ്റഡ് ആവുകയും ഒരു പക്ഷേ വാരിയലുകൾ വരെ ഒടിയാവുന്ന സാഹചര്യത്തിലേക്കുള്ള സമ്മർദ്ദം അതിനകത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു സ്ക്വയർ മീറ്ററിൽ നീളവും വീതിയും 1 മീറ്റർ വരുന്ന പോലത്തെ ഒരു സ്ക്വയറിനകത്ത് 6 പേർക്ക് നിൽക്കാൻ പറ്റില്ല. ബേസിക് കൺസെപ്റ്റാണ്. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10,000 പേർക്ക് പരമാവധി നിലകൊള്ളാൻ പറ്റുന്നൊരു സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ 4 പേരൊക്കെ വെച്ചായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ 27,000 പേര് വരുമ്പോൾ എത്രത്തോളം കൺജസ്റ്റഡ് ആയിരിക്കും. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോകുന്നവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വിചാരിക്കും കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ അങ്ങോട്ട് ഉന്തി തള്ളി ഇങ്ങനെ ഞെളിഞ്ഞൊക്കെ അങ്ങ് നിന്ന് കൊടുക്കാമെന്ന്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഒരു 10-200 പേരുടെ ഫോഴ്സ്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ 12,000 പേരുടെ ഒരു ഫോഴ്സാണ് ഒരു തെര പോലെ നമ്മളിലേക്ക് വന്നടിക്കുക. അതിനെതിരെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്, നമ്മളാരും തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് അല്ല. സൂപ്പർ സ്റ്റാറുകൾ ആരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി നിൽക്കുകയുമില്ല സിനിമയിലല്ലാതെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്നെങ്കിൽ വീണ് പോകണം അല്ലെങ്കിൽ തെറിച്ചു പോകാൻ പറ്റണം. പക്ഷേ അത്രയും പേരുടെ ഫോഴ്സ് നമ്മുടെ ദേഹത്തേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഹാർഡ് സർഫസിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു മതിലിനോട് ചാരിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഏതെല്ലാണ് ഒടിയാതെ മിച്ചം ഉണ്ടാവുക. ഇനി
അങ്ങനെ ഓപ്പോസിറ്റ് മതിലൊന്നുമില്ല, വേറെ മനുഷ്യന്മാരാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായും ഇതിനിടയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എന്തായിരിക്കും സംഭവിക്കുക? ഈ ആൾക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട മരണകാരണം എന്ന് പറയുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ ആൾക്കൂട്ട തിരക്കിനിടയിൽ വീണ് പോവുക, ചവിട്ട് കൊള്ളുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയുന്നത് കംപ്രസീവ് ആസ്ഫിക്സിയ എന്ന് പറയും. നമ്മൾ ഇത്രയും ഇംഗ്ലീഷ് ടേമിലേക്കൊന്നും പോകണ്ട. ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മുടെയും ചെസ്റ്റ് കംപ്രസ്ഡ് ആവുന്ന സമയത്ത് ഈ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ബ്രീത്ത് ചെയ്ത് ആ ബ്രീത്ത് ചെയ്യുന്നതനുസരിച്ച് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തേക്ക് ഈ ഓക്സിജൻ എത്തപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ഈ എക്സ്ട്രീം പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ് പോലും പറ്റില്ല. ഹാർട്ടിന് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമാതീതമായി കുറയുകയും അതുവഴി നമ്മൾ മരണത്തിലേക്ക് എത്തുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്താണെന്നറിയോ? ഇത്തരം ആൾക്കൂട്ട അപകടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ഒരാൾക്ക് അപകടം പറ്റിയാൽ സഹായിക്കണമെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ തന്നെയായിരിക്കും ചുറ്റും നിൽക്കുന്നത്. പക്ഷേ ഒരാൾക്കൂട്ടത്തിൽ ഈ ഇൻഡിവിജ്വൽസ് ചെന്ന് കയറുന്ന സമയത്ത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു ഡിസ്ട്രസ് ആയിരിക്കും, ഒരു ടെൻഷൻ നൽകുന്ന സിറ്റുവേഷൻ ആയിരിക്കും, ഒരു അപകടാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഇപ്പോൾ വിജയൊക്കെ കാണാൻ പോകുന്ന പോലെ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഭക്തിയുടെ പേരിൽ അങ്ങനെ ഒത്തുകൂടുന്നുണ്ടാവും. അങ്ങനെ ഈ ഇൻഡിവിജ്വൽസ് ഒരു ക്രൗഡിൻ്റെ ഭാഗമാവുന്ന സമയത്ത് ഈ ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് ഭയങ്കരമായിട്ട് കുറയും. നമ്മളൊരു ക്രൗഡിൻ്റെ റിയാക്ഷനായിട്ട് മാറുകയും ചെയ്യും. ഒരു ചെറിയ ഉദാഹരണമാണ്, നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് ചെന്ന് കയറി നോക്കൂ, അല്ലെങ്കിൽ തിരക്ക് കുറവുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു എന്ന് വിചാരിക്കും. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ഇപ്പോൾ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അവരവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് മാത്രം സംസാരിക്കുക, സ്വന്തം കാര്യം നോക്കിയിരിക്കുക എന്നാണ്. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങും. ആ പ്രശ്നം ഒത്തിരി പേരെ ബാധിക്കുന്ന കാര്യമായി തുടങ്ങുമ്പോൾ പതിയെ അതൊരു ക്രൗഡായി മാറും. ആ കൂട്ടത്തിൽ ഒരാൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ ശരിയാവുക, നമ്മൾ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരും കൂടി റിയാക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ അതൊരു ക്രൗഡ് റിയാക്ഷനായിട്ട് മാറും. ചിലപ്പോൾ ഇത് ആരോടാണോ ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അയാൾക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആസ് എ ക്രൗഡ് അവർ റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമോഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനോ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് മാറുകയാണ്. പെട്ടെന്നൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ക്രൗഡിന് ഒരു ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ വിജയുടെ പരിപാടിയിൽ സംഭവിച്ചതുപോലെ ഒരു കൺസേർട്ട് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി, എല്ലാവരും പെട്ടെന്ന് ഒന്ന് ഷെയ്ക്കാവും. ആ ഒരു ടെൻഷനിൽ ഉണ്ടാകുന്ന പ്രഷർ ഇൻഡിവിജ്വൽസിനെ മുഴുവൻ ഒരു ക്രൗഡാക്കി മാറ്റിക്കളയും. ആരെങ്കിലും കുറച്ച് പേര് ചെയ്യുന്നത് അത് അങ്ങനെ ഫോളോ ചെയ്ത് പോവുക. മാത്രമല്ല ഇത്രയും തിങ്ങി ഞെരങ്ങിയുള്ള ആൾക്കൂട്ടത്തിനിടയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു പുഷ് വന്നാൽ നമ്മൾ പറയില്ലേ ജനസാഗരം, ഇത് സാഗരം പോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുക. ഇതൊരു ഫ്ലോ ആയിട്ട് മാറുകയാണ്. ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കോ വട്ടം കൂടി നിന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങേ അറ്റത്തുനിന്ന് ഒരു പുഷ് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു തിരമാല പോലെ ഇങ്ങേ അറ്റത്തുള്ള ആളുടെ മേത്താണ് ആ ഫോഴ്സ് വന്ന് നിൽക്കുക. ഇതിനിടയിൽ ഇതിനെ പ്രതിരോധിക്കാൻ ആളുകൾ ശ്രമിക്കുന്ന സമയത്ത് ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ടാവുകയും ഇതിൻ്റെ അകത്തുള്ള ആളുകൾ കൺജസ്റ്റഡ് ആവുകയും ചെയ്യും. ഇതിനകത്ത് ആരാണ് നിങ്ങളെ സഹായിക്കാൻ വരിക? പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരു കൂട്ടയോട്ടത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പലരും വീണ് പോയേക്കാം. അങ്ങനെ വീണ് പോകുന്ന സമയത്ത് വീണ് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് എല്ലാവരും അവനവൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. വീണ് കിടക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരുപാട് ചവിട്ടുകൾ കിട്ടും. അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അവരെ ബാധിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള പരിക്കുകൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രോഗിയുമായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാലും ഒരു സമ്മേളനം നടക്കുന്ന പ്രദേശത്തുകൂടി പോകുമ്പോൾ വണ്ടിക്ക് സ്ലോയിലേ പോകാൻ പറ്റൂ. ഓരോരുത്തരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാറ്റിയിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ വല്ല ഉറുമ്പിനെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ പരസ്പരം സ്പർശിച്ചുകൊണ്ട് നമുക്ക് വിവരം കൈമാറാൻ പറ്റുമെങ്കിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള ആൾ മാറും. പക്ഷേ ഇതൊരു ക്രൗഡാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് കളയും. അതിനിടയിൽ നമ്മൾ വീണ് പോയാൽ പിന്നെ ആരും പിടിച്ച് എണീപ്പിക്കാനും ഉണ്ടാവില്ല. സോ ആൾ കൂടുന്നൊരു പരിപാടിയിൽ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്വാഭാവിക മൂവ്മെൻറ്റ് പോലും പറ്റാത്ത ഒരു ആൾക്കൂട്ട തിരക്കിനിടയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന ഒരു അപകടാവസ്ഥയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? ശരിക്കും സേഫ്റ്റി ആരംഭിക്കുന്നത് പ്രിപ്പറേഷനിൽ നിന്നാണെന്നാണ് പറയുക. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ആൾത്തിരക്ക് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അവനവൻ്റെ ജീവനെയും ആരോഗ്യത്തെയും കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. എൻട്രി എങ്ങനെയാണ്, എക്സിറ്റ് എങ്ങനെയാണ്. പല മെയിൻ പരിപാടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു മാപ്പ് തന്നെ കിട്ടും. എൻട്രി പോയിൻറ്റ്സും എക്സിറ്റ് പോയിൻറ്റ്സും ഒക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അല്ലാത്ത വളരെ മോശമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്ന ഓർഗനൈസേഴ്സ് ഉണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തന്നെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതിൽ എൻട്രി പോയിൻറ്റ്, എക്സിറ്റ് പോയിൻറ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുക. പ്രോഗ്രാം തുടങ്ങി അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ക്രൗഡിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മുടെ കൂടെയുള്ള ക്രൗഡിൻ്റെ സ്വഭാവം മാറുന്നത് ചിലപ്പോൾ ആദ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ
പിന്നെ നമ്മളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ ദേഹത്ത് തട്ടും എന്ന് പറയുന്നൊരു സാഹചര്യം. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് തന്നെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും ഒരു തിരക്ക് വന്ന് തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റൂ. കാരണം അങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പാനിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൗഡ് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി എന്ന് വരും. അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ എക്സിറ്റ് പോയിൻ്റ് ആലോചിക്കുക. എക്സിറ്റ് പോയിന്റിലേക്ക് പോകാനുള്ള ഒരു സേഫ് ആയിട്ടുള്ളൊരു പ്ലാനും കൂടി മനസ്സിലുണ്ടായിരിക്കണം. പറ്റുകയാണെങ്കിൽ എക്സിറ്റ് പോയിന്റിനടുത്തേക്ക് നീങ്ങി നിൽക്കുക. അഥവാ അങ്ങനൊരു സിറ്റുവേഷൻ പറ്റിയില്ല, നമ്മൾ ട്രാപ്പായിപ്പോയി, ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്നാണെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ആണ്. ചില ആൾക്കാർ ചെയ്യുക, ഇങ്ങനൊരു കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അലറി വിളിക്കാനൊക്കെ നോക്കും. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന് നിങ്ങളുടെ അലർച്ചയെ മാനേജ് ചെയ്യാൻ അറിയില്ല. അയാൾ ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് നിങ്ങളുടെ അലർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊരു ക്രൗഡായി മാറിക്കഴിയുമ്പോൾ മൊത്തത്തിൽ ഇതിങ്ങനൊരു ജനസാഗരം പോലെ ഇളകി മറിയുമ്പോൾ ഒരാൾക്ക് ഇതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ സ്ക്രീം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് നമ്മുടെ എയർ മുഴുവൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജനും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ ഏറ്റവും അധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള ഘട്ടങ്ങളിലാണ്. അലറി വിളിച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓക്സിജൻ അവൈലബിലിറ്റിയെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അപ്പോൾ പരമാവധി മുകളിലേക്ക് നോക്കുക, മാക്സിമം നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ നോക്കുക, റെസിസ്റ്റ് ചെയ്ത് ബലം പിടിച്ച് ബലവാനാകാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശക്തി ഉപയോഗിക്കും തോറും നമ്മുടെ ഓക്സിജൻ ലെവലും കൂടി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ എന്നാണ് പറയുക. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ചെസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബോക്സേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഈ 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെസ്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. കാര്യം ബ്രീത്ത് ചെയ്യുക, ഹാർട്ടിന് സ്വാഭാവികമായി എക്സ്പാൻഡ് ചെയ്യാനും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാനും ഒക്കെയുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ. ഇത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പല ആളുകൾ അവിടുന്ന് ഇവിടുന്ന് പ്രസ്സാവുമ്പോൾ എൻ്റെ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എനിക്കത് പണിയാം. അപ്പോൾ ഈ കൈകൾ രണ്ടും വെച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല വീഡിയോസിലും കണ്ടിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ ചെസ്റ്റ് എന്നാണ് പറയുക. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആ ക്രൗഡിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പരമാവധി എക്സിറ്റിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഴാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വീണ് കഴിഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി എത്രയും പെട്ടെന്ന് എണീക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം വീണ് കിടക്കുന്നൊരു സമയത്ത് പിന്നാലെ വരുന്ന ആളുകളുടെയൊക്കെ ചവിട്ട് നമുക്ക് കൊണ്ടേക്കാം. മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ ആളുകൾ വീണ് കഴിഞ്ഞാൽ ഒന്നിനു മുകളിൽ വേറെ ആളെന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രഷർ നമ്മുടെ ദേഹത്തേക്ക് വരികയും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ വരെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ വെയിറ്റ് മാറിയെന്നും വരും. അതുകൊണ്ട് വീഴാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. വീണ് കഴിഞ്ഞാൽ തന്നെ ചാടി എണീക്കാൻ നോക്കുക. പിന്നെ ചില ആളുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതുണ്ട് വീണ് കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ ചേർന്നൊരു ബോൾ പോലെ ചുരുണ്ട് കിടക്കാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എണീറ്റ് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടത് ആ ക്രൗഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മളും ബോഡിയെ മൂവ് ചെയ്യുക, അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രൗഡിൻ്റെ ഇടയിൽ മെയിൻ ഒരു ഫ്ലോ ഉണ്ടാവും. അത് കൂടാതെ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ടാവും സൈഡിലൊക്കെ ആയിട്ട്. ആ പോക്കറ്റ്സിലേക്കൊക്കെ കയറി നിൽക്കുക, പരമാവധി റിലാക്സ് ആവാൻ നോക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്. സമാധാനമായിട്ടിരിക്കുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണം. ആൻഡ് എത്ര പ്രഷർ വരുന്ന സമയത്തും എത്ര പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തും സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക എന്ന് പറയില്ല. അതിന് പ്രിപ്പറേഷൻ വേണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എത്ര ആൾക്കൂട്ടമാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നെപ്പോഴും അവെയർ ആയിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ളത് മനസ്സിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ചിലപ്പോൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗറിൻ്റെ കൺസേർട്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സ്പീച്ച് ആയിരിക്കും, ചിലപ്പോൾ വർഷങ്ങളായി ആഗ്രഹിച്ച് തൊഴാനെത്തിയിട്ടുള്ള ഒരു അമ്പലമായിരിക്കും. പക്ഷേ ഓൾവേസ് മനസ്സിലിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇത് അതിന് മാത്രം വേർത്തുള്ള കാര്യമാണോ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പരിപാടിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൈയും കാലുമൊക്കെ നമുക്ക് ഈസിലി മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 1-2 ആളുകളുടെ കൈയും കാലുമൊക്കെ തട്ടുന്നൊരവസ്ഥയിലാണെങ്കിൽ നമ്മളൊരു മീഡിയം സ്പേസിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സ്പേസിലേക്ക് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ജീവനായിരിക്കണം. ആൻഡ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു സാഹചര്യമല്ല, ഈ പറയുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും നോക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഈ വിജയുടെ പരിപാടി നടന്നതുപോലെ ഒരു സ്ട്രീറ്റിൽ ഒരു ഓപ്പൺ സ്പേസിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെ ഈ സേഫ്റ്റി മെഷേഴ്സ് നമുക്കിതൊക്കെ ചെക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ 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 കുറവാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത്. അങ്ങനെ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റാത്തൊരു പരിപാടിക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയിട്ട് ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മെസ്സി കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്നു. മെസ്സിയെ കാണാനും ഇതുപോലൊരു ആൾക്കൂട്ടം ഉണ്ടാവും. നമ്മൾ തമിഴ്നാട്ടിൽ വിജയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ഒരു ആൾക്കൂട്ടത്തിനൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയേ. മെസ്സി വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ മെസ്സിയെ കാണാൻ പോലും, കാര്യം അതൊക്കെ ഒരു ജീവിതത്തിലെ വലിയ കാര്യമായിട്ട് കാണുന്ന ഒത്തിരി ഫുട്ബോൾ ആരാധകരുണ്ടാകും. അവിടെ പോലും അവനവൻ്റെ സേഫ്റ്റിക്ക് അവനവൻ്റെ
അവനവൻ്റെ ജീവന് അവനവൻ്റെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ എത്ര വലിയ അത്ലറ്റ് ആണെങ്കിലും എത്ര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും ഒരു 100-300 മനുഷ്യന്മാരുടെ ഒരുമിച്ചുള്ള പുഷ് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം, നമ്മൾ തമിഴ് സിനിമയിലെ നായകന്മാരൊന്നുമല്ല. സേഫ് ആകാനുള്ള സാധ്യത ഇല്ല എന്ന് എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ ചെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏതൊരു സിറ്റുവേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലതരം വീഡിയോസ് കൺസ്യൂം ചെയ്യും, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. പക്ഷേ ഇങ്ങനെ സ്വന്തം സേഫ്റ്റി നോക്കാൻ വേണ്ടി ആളുകളോട് പറയുന്ന ചില വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് തിയറി ഇത്രയേ ഉള്ളൂ, ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഓൾവേസ് ബി പ്രിപ്പയർഡ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുകളായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ ചർച്ചകളാവാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.